ഹായ് എവ്രി വൺ. ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് ഒരു കഥ പോലെ പറയാനുള്ളതൊന്നുമില്ല. എന്നാലും എൻ്റെ എങ്ങനെ കാനഡ എത്തി അങ്ങനെ ഒരു സ്റ്റോറി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ 12th ഒക്കെ പാസ് ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു സമയം. അപ്പോൾ എല്ലാവരെയും പോലെയല്ല, എൻ്റെ പാരൻസിന് 12th കഴിഞ്ഞ് ബയോളജി സയൻസ് ആയിരുന്നു. അപ്പം നേരെ നഴ്സിംഗ് പഠിക്കാൻ പോകാമെന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പം ആ സമയത്ത് കാനഡ, UK, ജർമ്മനി ഒന്നും ഇപ്പോൾ ഉള്ള പോലെ അത്ര ട്രെൻഡിങ് ആയിട്ടില്ല. 2021 ആ സമയത്ത്. പിന്നെ ഞങ്ങളുടെ ഒരു നാട്ടിൻപുറ, ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ നിന്ന് അങ്ങനെ അധികം പിള്ളേരൊന്നും പോയിട്ടില്ല ഇപ്പോൾ ഈ പോകുന്ന പോലെ. അപ്പം +2 കഴിഞ്ഞു നഴ്സിങ്ങിന് പോവാം. അപ്പോൾ എനിക്കാണെങ്കിൽ നാട്ടിൽ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നഴ്സിംഗ് പഠിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് സൈക്കോളജിസ്റ്റോ ടീച്ചറോ അങ്ങനെ ആവണം എന്നൊക്കെയായിരുന്നു എൻ്റെ അംബീഷൻ. പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നഴ്സിംഗ് പഠിക്കാൻ പോവാൻ ഞാൻ ഫോഴ്സ്ഡ് ആയിരുന്നു. അപ്പോൾ ഓക്കെ, നഴ്സിംഗ് എങ്കിൽ നഴ്സിംഗ്. പിന്നെ അതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. എനിക്കെന്തായാലും പഠിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കേരളത്തിൽ പഠിക്കണ്ട, പുറത്തെവിടെയെങ്കിലും പോയി പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇഷ്ടമില്ലാത്ത കോഴ്സാണ് പഠിക്കുന്നത്. അപ്പോൾ ഉള്ള സ്ഥലത്തെങ്കിലും പോയി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ CMC വെല്ലൂർ, വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജ് ഇൻ ഇന്ത്യ ആണ്. വെല്ലൂർ അഡ്മിഷന് പോയി. ഒരു 4 ദിവസത്തെ എന്തോ ഇൻ്റർവ്യൂ പ്രോസസ്സായിരുന്നു. ഒരു 1 വീക്ക് ഫുൾ നമ്മളവിടെ താമസിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും കൂടെ പോയെ. കുറേ പേഴ്സൺ ടു പേഴ്സൺ ഇൻ്റർവ്യൂ, പിന്നെ ആക്ടിവിറ്റീസ്, അങ്ങനെ കുറേ റിട്ടേൺ എക്സാം, അങ്ങനെ കുറേ ടാസ്കുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാഴ്ച അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മുടെ ബാംഗ്ലൂരുള്ള സെൻറ്റ് ജോൺസിൽ നഴ്സിങ്ങിന് പോയായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. അവിടെ 3 ദിവസത്തെ എന്തോ പരിപാടിയായിരുന്നു, ഇൻ്റർവ്യൂവും എക്സാം എല്ലാം കൂടെ. അപ്പോൾ ചേച്ചി അവിടെ ഡോക്ടറെ വർക്ക് ചെയ്യുക. അപ്പോൾ ആളുടെ അടുത്ത് നിന്ന് എല്ലാ പ്രോസസ്സെല്ലാം കഴിഞ്ഞു. രണ്ടിൻ്റെയും റിസൾട്ട് വന്നപ്പം വെല്ലൂർ എനിക്ക് 32 ആയിരുന്നു ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ. വെല്ലൂർ ഞാൻ 11 ആയിരുന്നു വെയിറ്റിംഗ് ലിസ്റ്റിൽ. ബാംഗ്ലൂർ വന്നിട്ട് ഞാൻ 32 ആയിരുന്നു വെയിറ്റിംഗ് ലിസ്റ്റിൽ. അപ്പോൾ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, ഓക്കെ കുഴപ്പമില്ല, കിട്ടുമായിരിക്കും. കാരണം വെല്ലൂർ നല്ലൊരു കോളേജാണ്, ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജാണ്. അപ്പോൾ അവിടെയൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രിവിലേജാണ്. അപ്പോൾ കുഴപ്പമില്ല, കിട്ടുമായിരിക്കും. അങ്ങനെ ബാംഗ്ലൂർ പിന്നെ 32 അത്രയും വെയിറ്റിംഗ് ലിസ്റ്റ് അവർ വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ ബാംഗ്ലൂർ ഞാൻ വിട്ടു. CMC വെല്ലൂരായിരുന്നു എൻ്റെ പ്രതീക്ഷ. കിട്ടുമെന്ന് വിചാരിച്ചിരുന്നിട്ട് അവർ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള 8 വരെ എങ്ങാണ്ട് വിളിച്ചു. ഞാൻ 11 ആയിരുന്നു. അങ്ങനെ എനിക്കതും കിട്ടിയില്ല. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. നമ്മുടെ കയ്യിൽ ഇങ്ങനെ കൊണ്ട് തന്നിട്ട് എടുത്ത് തട്ടി പറിച്ച് കളഞ്ഞൊരവസ്ഥയായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഇവിടുത്തെ കോഴിക്കോടുള്ളൊരു റെഡ് ക്രോസ് അങ്ങനെ എന്തോ ഒരു കോളേജിൽ നിന്ന് അലോട്ട്മെൻറ്റ് വഴി അവിടെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇതും വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. നാട്ടിൽ തന്നെ പഠിക്കേണ്ടി വരും, നഴ്സിംഗ് പഠിക്കുകയും ചെയ്യണം, നാട്ടിൽ തന്നെ പഠിക്കുകയും ചെയ്യണം. പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ എപ്പോഴോ ആരുടെയോ ചെവിയിൽ നിന്ന് കൊച്ചിനെ കാനഡയ്ക്ക് വിട്, കാനഡ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. ഫസ്റ്റ് ജർമ്മനി ആയിരുന്നു. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് ഞാൻ ഉപേക്ഷിച്ചു. അപ്പോൾ പിന്നെ കാനഡ അന്ന് ആ സമയത്ത് അത്ര ട്രെൻഡിങ് ആയിട്ടില്ല കേട്ടോ, ഇതുപോലെ ഒന്നും പോകുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഏരിയയിൽ ഒക്കെ ഭയങ്കര സംഭവമാണ് കാനഡയിൽ പോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പപ്പയോട് ഒരു കാര്യം അവതരിപ്പിച്ചു. പപ്പ ഇങ്ങനെ കേട്ടോ കാനഡയിൽ പോവാം, കാനഡയിൽ പോയി നഴ്സിംഗ് പഠിക്കാം. പിന്നെ അപ്പം ചോദിച്ചു, എൻ്റെ അപ്പൻ ആദ്യം ചോദിച്ചത്, നിൻ്റെ തലയ്ക്ക് എന്താ ഭ്രാന്താണോ? വേറെ ഒന്നും ചോദിച്ചില്ല, കോഴ്സിനെ പറ്റിയോ പൈസേനെ പറ്റിയോ ഒന്നും ചോദിച്ചില്ല. നിൻ്റെ തലയ്ക്ക് എന്താ ഭ്രാന്താണോ? മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റിയാണത്, അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പിന്നെ ചോദിച്ചു എത്രയാവും? പറഞ്ഞു ഏജൻസിക്കാർ ഒരു 10-25 ലക്ഷം പറഞ്ഞു. എഗെയിൻ ഈ ചോദ്യം റിപ്പീറ്റ്, നിൻ്റെ തലയ്ക്ക് ഭ്രാന്താണോ? പിന്നെ ഞാനതങ്ങ് വിട്ടു. ശരിയായി, 25 ലക്ഷമൊക്കെ കൊടുത്ത് ഞാൻ എങ്ങനെ കാനഡ പോവാനാ? അതൊന്നും നടക്കണ കാര്യമില്ല. പിന്നെ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ചു, ഏജൻസിനെ കോണ്ടാക്ട് ചെയ്തു. എന്ത് പ്രോഗ്രാമാണ്, എങ്ങനെയാണ്, നമുക്ക് അവിടെ പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, പിന്നെ ഫീസൊക്കെ നമുക്ക് തന്നെ അടയ്ക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ അന്വേഷിച്ച് അപ്പം അമ്മയാണ് എല്ലാത്തിനും പുറകെ നടന്ന് എൻ്റെ കൂടെ വന്നത്. അപ്പോൾ പിന്നെ അറിഞ്ഞു ഇങ്ങനെ ലോൺ, അബ്രോഡ് പോകുന്നവർക്ക് ലോൺ കിട്ടും. നമ്മൾ വീടിൻ്റെ ആധാരം അങ്ങനെ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉള്ള ഒരു ഇത് വേണം, ആധാരം വേണം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അത് അന്വേഷിച്ച് പിടിച്ച് വന്നു. അപ്പോഴേ എനിക്ക് വലിയ ഹോപ്പൊന്നും ഇല്ല, പോകുന്നു, നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ബാങ്കിൽ പോയി അന്വേഷിച്ചു. അപ്പം ബാങ്കിൽ ആദ്യം കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു.
പിന്നെ ലാസ്റ്റ് അവർ ഇത്രയും എമൗണ്ട് ആണല്ലോ. പിന്നെ ആ സമയത്താണെങ്കിൽ നമ്മുടെ കോവിഡും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് തുടങ്ങിയേക്കുമായിരുന്നു. അപ്പോൾ കോവിഡ് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ, എൻ്റെ പ്രോസസ്സിങ് വേറെ ഒരു സൈഡിൽ കൂടെ. നേഴ്സിംഗ് പഠിക്കാം എന്നുള്ളൊരു മൈൻഡായിരുന്നു. പിന്നെ നോക്കുമ്പോൾ ഇവിടെ നേഴ്സിംഗ് നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് എത്രയോ 30% സീറ്റ് എങ്ങാണ്ടുള്ളൂ. ബാക്കി ഫുൾ ഇവിടുത്തെ സ്റ്റുഡൻസിനാണ്. പോരാത്തതിന് ഇപ്പോൾ കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണമെങ്കിൽ ഒത്തിരി പൈസയാവും. ഒരു സെമസ്റ്ററിൽ 4 വർഷത്തെ പ്രോഗ്രാമോ അങ്ങനെ എന്താണ്, ഒത്തിരി പൈസയാവും. അപ്പോൾ ഏജൻസിക്കാർ സജസ്റ്റ് ചെയ്തതാണ് ഹെൽത്ത് ഫീൽഡിൽ തന്നെയുള്ളൊരു പ്രോഗ്രാമാണ് DSW, ഡെവലപ്മെൻറ്റൽ സർവീസസ് വർക്കർ. പഠിക്കുന്ന പിള്ളേരുണ്ട്, ഒത്തിരി പിള്ളേർ പോയി, അങ്ങനെ ജോലി കിട്ടി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, സംതിങ് റിലേറ്റഡ് ടു ഹെൽത്ത് ആണ്, ജോലി കിട്ടാൻ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ DSW പറഞ്ഞു. കാരണം നേഴ്സിങ്ങിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, എനിക്ക് ആ കോഴ്സിനോട് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, വിരോധമില്ല. പക്ഷെ എനിക്കൊരു നേഴ്സാവാനുള്ള ക്വാളിറ്റി, എനിക്ക് ചോരയൊക്കെ കണ്ടാൽ തല കറങ്ങി വീഴുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്കതിനുള്ളൊരു ധൈര്യം ഉണ്ടോയെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. അപ്പോൾ ചോരയും ഓപ്പറേഷൻ ഒന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു ഫീൽഡിലോട്ട് പോകാനായിരുന്നു എനിക്ക് ആഗ്രഹം. അപ്പോൾ ഇതാകുമ്പോൾ മെഡിക്കൽ ഫീൽഡുമാണ്. അങ്ങനെ DSW എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഞാൻ ചൂസ് ചെയ്തു. പിന്നെ അങ്ങോട്ട് തുടങ്ങുകയല്ലേ. അപ്പം പറഞ്ഞു IELTS അപ്പോൾ പൊതുവെ ഭയങ്കര പാടാണ്, കിട്ടാൻ എളുപ്പമല്ല, അങ്ങനെ ഒരു ശ്രുതി റിലേറ്റീവ്സിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് IELTS ഒന്നും കിട്ടത്തില്ല, അങ്ങനെ ഒരു ഇത്. അങ്ങനെ അപ്പോൾ പറഞ്ഞു. അപ്പോൾ IELTSന് അന്ന് എത്രയാണ്, ഒരു വട്ടം നമ്മൾ എഴുതുന്നതിന് 13,000 14,000 എങ്ങാണ്ടാണ്. പിന്നെ ഒരു മാസം 10,000 രൂപ എങ്ങാണ്ടാണ് കോഴ്സ് ഫീ. അപ്പോൾ പറഞ്ഞു ഒരു വട്ടം എഴുതി നോക്കിക്കോ, കിട്ടിയാൽ ബാക്കി നോക്കാം, കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇത് ആഗ്രഹം ഉപേക്ഷിച്ചോളാം പറഞ്ഞപ്പോൾ എനിക്ക് ഒരൊറ്റ ചാൻസേ ഉള്ളൂ IELTS എഴുതാൻ വേണ്ടിയിട്ട്. സോ ഐ ഹാവ് ടു ഗീവ് മൈ ബെസ്റ്റ്. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, തൃശ്ശൂർ ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ IELTSന് പോയി ചേർന്നു, കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പുറത്തെ സൈഡിൽ ലോണിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. അത് ഒട്ടും ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നില്ല. ലോണിന് വേണ്ടിയിട്ട് കുറേ ഒരു വർഷത്തോളം ഞാൻ ആ ലോണിന് വേണ്ടിയിട്ട് ലിറ്ററലി അതിൻ്റെ പുറകെയായിരുന്നു. നാട്ടിൽ വന്നു കഴിയുമ്പം, എൻ്റെ വീട് പാലക്കാട്, അപ്പോൾ ദിവസം വെക്കേഷനൊക്കെ കിട്ടി നാട്ടിൽ വരുമ്പം നേരെ ബാങ്കിലോട്ട് ഓടുന്നു, അതിൻ്റെ പേപ്പർ ഇതിൻ്റെ പേപ്പർ എന്ന് പറഞ്ഞിട്ട് അത് തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ തൃശ്ശൂർ തന്നെയുള്ളൊരു ഏജൻസിനെ കോൺടാക്ട് ചെയ്തു ഞാൻ IELTS പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് ഇതാണ് റിക്വയർമെൻറ്റ്, 6.5 ആവറേജ് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കോളേജിൽ അപ്ലൈ ചെയ്ത് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ എൻ്റെ IELTS ക്ലിയറായി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് സ്കോറെല്ലാം കിട്ടി. ദൈവത്തിന് നന്ദി, അല്ലെങ്കിൽ പിന്നെ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയേനെ. അത് കഴിഞ്ഞ് പിന്നെ കോഴ്സിന് ഞാനിവിടെ ലണ്ടനിലെ ഫാൻഷോ കോളേജിലായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സെനേക്ക എന്ന് പറഞ്ഞൊരു കോളേജിലും അവിടെ ജെറിയാട്രിക്സോ അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫാൻഷോയിലാണ് ആദ്യം കിട്ടിയത്. അപ്പോൾ ഓഫർ ലെറ്റർ വന്നു, കോളേജിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. പിന്നെ നമ്മൾ അവിടെ ഫീ അടയ്ക്കണം, 1 ലക്ഷം എങ്ങാണ്ട് അവിടെ സീറ്റ് ഇതാക്കാൻ വേണ്ടി ഡെപ്പോസിറ്റ് കൊടുക്കണം. ഈ സമയത്ത് തന്നെയാണ് കോഴിക്കോട് മറ്റേ ഓഫറും വരുന്നത്, നഴ്സിങ്ങിൻ്റെ ഓഫറും വരുന്നത്. അപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു, ഇപ്പം ഒന്നെങ്കിൽ കാനഡയായിട്ട് പ്രൊസീഡ് ചെയ്യണം, കാരണം ഇത്രയും ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫീ അടയ്ക്കണം. കോഴിക്കോടാണെങ്കിലും അലോട്ട്മെൻറ്റ് വന്നു ഇത്രയും ദിവസത്തിന്. അപ്പം പറഞ്ഞു എന്തായാലും ആവട്ടെ, ഇപ്പോൾ ലോണൊക്കെ നോക്കിയതല്ലേ, എന്നാൽ കാനഡ നോക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്കപ്പോൾ ലോണൊന്നും അപ്രൂവ് ആയിട്ടില്ല. പക്ഷെ പപ്പ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഫണ്ടെല്ലാം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് ആ 1 ലക്ഷം കൊടുത്ത് സീറ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ ഞാൻ പിന്നെ സേഫ് സോണായി. ഇനി എന്തായാലും കോഴിക്കോടും നാട്ടിലെ നഴ്സിംഗ് ഒന്നും ഇല്ല, കാരണം 1 ലക്ഷം ഇനി നമ്മളിവിടെ പോയില്ലെങ്കിൽ ആ പൈസ മൊത്തം പോവും. അതുകൊണ്ട് അങ്ങനെ ഞാൻ ഒരു സേഫ് സോണായി ആ പൈസ കിട്ടിയപ്പോൾ. പിന്നെ ആ സമയത്താണ് നമ്മുടെ കോവിഡ് എന്ന മഹാമാരി വരുന്നത്. പിന്നെ എൻ്റെ IELTS പാസ് ഔട്ടായി കഴിഞ്ഞ് ഞാൻ അവിടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ച് നാൾ പഠിപ്പിച്ചു, കാരണം എനിക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നാട്ടിൽ പോയിട്ട്. അപ്പോൾ കുറച്ച് നാൾ അവിടെ പഠിപ്പിച്ചു. അങ്ങനെ പിന്നെ പാസ്പോർട്ട് നമ്മൾ സ്റ്റാമ്പ് ചെയ്യാൻ കൊടുക്കുന്നത് ഇപ്പോഴാണോ, ഞാൻ ആ പ്രോസസ്സും കാര്യങ്ങളൊക്കെ മറന്നുപോയി കേട്ടോ. പക്ഷെ പാസ്പോർട്ട് എന്തിനു വേണ്ടി അവർക്ക് അയച്ചു കൊടുത്തായിരുന്നു. അതെന്തോ റിട്ടേണൊക്കെ കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ലോണിൻ്റെ കാര്യം പിന്നെ ഒന്നും പറയണ്ട, അത് ഒത്തിരി അലഞ്ഞിട്ടാണ് ലോൺ അവസാനം സെറ്റായി കിട്ടിയത്. ഓരോ വട്ടം ചെല്ലുമ്പോഴും അവർ ഓരോ പ്രശ്നങ്ങൾ പറയും. അങ്ങനെ ഫൈനലി ലോണൊക്കെ സെറ്റായി, അഡ്മിഷനും കിട്ടി. അപ്പോൾ കോവിഡ് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്ത് അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉള്ള സമയം. എനിക്കാണെങ്കിൽ 2021 ജാൻ ഇൻടേക്ക് ആയിരുന്നു.
അപ്പോൾ ജനുവരിയിൽ എൻ്റെ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ജാൻ ഇൻടേക്ക് ആയിരുന്നു, ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണെങ്കിൽ നമുക്ക് കയറി പോകാൻ പറ്റത്തില്ല, ഫുൾ ലോക്ക്ഡൗൺ, ഭയങ്കര സീനാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്തു, കോളേജുകാർ പറഞ്ഞു നിങ്ങൾ ഓൺലൈനായിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ 4 സെമസ്റ്റർ ജാൻ ടു ഏപ്രിൽ ഞാൻ നാട്ടിലിരുന്നിട്ടാണ് എൻ്റെ കാനഡയിലെ കോഴ്സ് ഫസ്റ്റ് സെമസ്റ്റർ അറ്റൻഡ് ചെയ്തത്. അതാണെങ്കിൽ എനിക്ക് അന്ന് ഞാനിവിടെ IELTS പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം ടൈം സോൺ ഡിഫറൻസ് കാരണം നമ്മുടെ നാട്ടിലെ പുലർച്ചെ 3 മണിക്കൊക്കെയാണ് ക്ലാസ്. അപ്പം ഞാൻ ഈ ഉറക്കത്തിൽ നിന്ന് 3 മണിക്ക് എണീറ്റ് 3 മണി ടു 6 മണി വരെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് രാവിലെ 10 മണിക്ക് ജോലിക്കും പോയി. അപ്പോൾ എൻ്റെ ഉറക്കവും ശരിയാവുന്നില്ല, ക്ലാസ്സും ശരിയാവുന്നില്ല, ഭയങ്കര ഒരു ടൈറ്റ് സ്കെഡ്യൂളായിരുന്നു ആ സമയത്ത്. അങ്ങനെ പിന്നെ മാർച്ച് ആയപ്പോഴത്തേക്ക് എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റേഷനും പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടി, നമുക്ക് പോവാം എന്നുള്ള സെറ്റപ്പായി. പിന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. ഞാൻ ഏപ്രിൽ 14 നാട്ടിൽ നിന്ന് കാനഡയ്ക്ക് ഫ്ലൈറ്റ് കയറി. എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് എമിറേറ്റ്സ് ആയിരുന്നു. ഫ്ലൈറ്റ് കയറി ഇവിടെ എത്തിയപ്പോഴും നമുക്ക് ക്വാറൻറ്റൈൻ സമയമാണ്. അപ്പോൾ ഇവിടെ ആ സമയത്ത് റൂൾ ഉണ്ടായിരുന്നു, വരുന്ന ഫസ്റ്റ് 14 days ക്വാറൻറ്റൈൻ ആയിരിക്കണം. അപ്പോൾ നമ്മൾ വന്നതും ഒരു ഹോട്ടലിലെല്ലാം സ്റ്റേ ചെയ്ത് പിന്നെ വേറൊരു സ്ഥലത്തോട്ട് മാറി 14 days ക്വാറൻറ്റൈൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ വരുന്നത് എൻ്റെ നേരെ ബ്രേക്കിലേക്ക്. എനിക്ക് ജാൻ ടു ഏപ്രിൽ ക്ലാസ്, പിന്നെ ഏപ്രിൽ ടു ഓഗസ്റ്റ് 4 മാസം ബ്രേക്കാണ് എൻ്റെ കോഴ്സിൽ. പിന്നെ ആ സമയത്ത് ഞാനൊരു ഫാക്ടറിയിൽ, അപ്പം ഇപ്പോഴാണ് പിന്നെ ജോലിയൊക്കെ കിട്ടാൻ കുറച്ചും കൂടെ പാട്. ഞാൻ വന്ന സമയത്തൊന്നും നമുക്ക് പിള്ളേർക്ക് ജോലി കിട്ടാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഫാക്ടറിയിലോ റെസ്റ്റോറൻറ്റിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുമായിരുന്നു. അങ്ങനെ ഞാനൊരു ഫാക്ടറിയിൽ പണിക്കെല്ലാം പോയി. ഫീസിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര വെറീഡ് ആയിരുന്നില്ല, കാരണം ലോൺ ഓൾറെഡി എടുത്തു വെച്ച കാരണം ലോൺ ഉണ്ടല്ലോ, ഫീസ് അടയ്ക്കാമല്ലോ എന്ന് പറഞ്ഞൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ എന്തായാലും പറ്റുന്ന പോലെ അത്യാവശ്യം ഫണ്ടൊക്കെ ഉണ്ടാക്കി കുറേ സേവ് ചെയ്തു, കുറച്ചൊക്കെ ഫീസിലോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ ഫീസും കാര്യങ്ങളെല്ലാം. ഞാൻ പറഞ്ഞു വന്നത്, എനിക്കൊന്നും ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു കാനഡ. 12th കഴിഞ്ഞ് നാട്ടിലെ ഏതെങ്കിലും ഒരു കോളേജിൽ നഴ്സിംഗ് പഠിക്കേണ്ടിയിരുന്ന ഞാനാണ്. പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, സെറ്റിലാവണം, പൈസ ഉണ്ടാക്കണം. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എളുപ്പമായിരുന്നില്ല ഈ കൺവിൻസിങ് ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്തൊരു കാനഡയ്ക്ക് പോവുക, അവിടെ പഠിക്കുക, പൈസ ഉണ്ടാക്കുക, അങ്ങനെ നമ്മുടെ പാരൻസിന് അപ്പോൾ ഒന്നും അതിനെപ്പറ്റി അധികം അങ്ങനെ അത്രയും ബ്രോഡ് മൈൻഡഡ് ആയിട്ടൊന്നും ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം എനിക്കാണെങ്കിലും പുതിയൊരു കൺട്രിയിലിട്ട് നമുക്ക് ആ ഒരു ടീനേജ് സമയത്ത് നമുക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, നമുക്ക് ആ ഒരു ഫ്രീഡം നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന സമയം. ഇപ്പം ഞാനും കാനഡയിൽ പോയി പഠിച്ച് വലിയ ആളാവണം എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല ആ സമയത്ത്. എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, അബ്രോഡ് പോകണം, പോയാൽ നല്ലത്, പോയില്ലെങ്കിൽ ഇവിടെ പഠിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു ഞാനും. പക്ഷേ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, അന്ന് എനിക്ക് ആ വെല്ലൂർ അഡ്മിഷൻ കിട്ടാണ്ടിരുന്നപ്പോൾ ഞാൻ കുറേ കരഞ്ഞു, ഞാൻ ഒത്തിരി വിഷമിച്ചു. എനിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണോ, ഞാനിനി ബുദ്ധിയില്ലാത്തതുകൊണ്ടാണോ, അത്രയും അടുത്ത് ഇങ്ങനെ കയ്യിൽ കൊണ്ട് തന്നിട്ട് എന്തിനാ എൻ്റെ കയ്യിൽ നിന്ന് ദൈവത്തെ തട്ടിപ്പറിച്ച് ഇന്ത്യയിലെ 1 of the best കോളേജ് ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അന്ന് ഞാനിങ്ങനെ ഒത്തിരി വിഷമിച്ചു. പക്ഷേ ഞാൻ പറയട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ പ്ലാൻ ഇന്ത്യയിലല്ല, ഇൻ്റർനാഷണൽ ലെവലിൽ എന്നെ വിടാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനിപ്പോഴും ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും ഒത്തിരി മേലെ ദൈവം എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്തത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും എനിക്കത് കിട്ടിയില്ലല്ലോ, അതെന്താ എൻ്റെ കയ്യിൽ നിന്ന് പോയേ എന്ന് പറയുമ്പം, ദൈവം നിനക്ക് വേണ്ടി അതിനേക്കാളും വലിയ എന്തോ ഒരു സാധനമായിരിക്കും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് കയ്യിൽ കിട്ടിയില്ലെങ്കിലും നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത്, അല്ലെങ്കിൽ ഏറ്റവും ആവശ്യം എപ്പോഴാണോ അപ്പോൾ കറക്റ്റ് ദൈവം അത് കയ്യിൽ കൊണ്ടു തരും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിവിടെ വന്നിട്ട് 4 വർഷമാവാൻ പോവാം. സോഫാർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 12th കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിൽ വന്നതാണ്. എനിക്കൊരിക്കലും കാനഡയിലോട്ട് വന്നതുകൊണ്ട് ഒരു റിഗ്രറ്റ് തോന്നിയിട്ടില്ല. വരണ്ടായിരുന്നു, നാട്ടിലെങ്ങാനും പഠിച്ചാൽ മതിയായിരുന്നു, അങ്ങനെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് ഇങ്ങോട്ട് വന്ന കാരണം ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിച്ചു, ഒത്തിരി ഞാൻ ഇൻഡിപെൻഡൻ്റായി. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്താണ്, എനിക്ക് ഒത്തിരി ഒന്നും അല്ലെങ്കിലും എൻ്റെ വീട്ടുകാരെ അത്യാവശ്യം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിലും ഡ്രൈവിംഗ് ആണെങ്കിലും, പിന്നെ എൻ്റെ പ്രായത്തിനൊത്ത മെച്യൂരിറ്റി അല്ല എനിക്കിന്നിങ്ങനെ
പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഒന്നാമത് വീട്ടിലെ മൂത്തതായിരുന്നു. അപ്പം തൊട്ടേ നമുക്കിങ്ങനെ കുറേ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളുണ്ട്. അപ്പം ഇവിടെ വന്നപ്പോൾ ഒന്നും കൂടെ എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കൂടി. കുറേ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ഇപ്പം അപ്പോയിൻമെൻറ്റ്, കാരണം ഇവിടെ നമുക്ക് ആരും ഒന്നും ആർക്കും വേണ്ടി കാത്തിരിക്കത്തില്ല. എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. സോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചു. പിന്നെ പാരൻസിനും സന്തോഷമാണ്. അപ്പോൾ എൻ്റെ പപ്പയ്ക്കാണെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു എമർജൻസി വരുമ്പം വേറെ ആരോടും ചോദിക്കണ്ട, മറ്റേ പൈസ ഉണ്ടോയെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്കതാണെങ്കിലും ഭയങ്കര അഭിമാനമാണ്. നമ്മുടെ പാരൻസിന് വേറെ ആരുടെ അടുത്തും ചോദിക്കേണ്ട അങ്ങനെ ഒരു ഇതൊക്കെ വരും. എനിക്കെന്ന് പറയുമ്പം ജോലി കിട്ടാനാണെങ്കിലും ഫീൽഡ് ജോബ് കിട്ടാനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞാൻ പ്ലേസ്മെൻറ്റ് ചെയ്ത് ഇറങ്ങി അപ്പോൾ തന്നെ എനിക്ക് ഞാൻ ഏത് ഏജൻസിയിലാണോ പ്ലേസ്മെൻറ്റ് ചെയ്ത് അവിടെ നിന്ന് തന്നെ എനിക്ക് ഓഫർ ലെറ്ററും കിട്ടി. അതുകൊണ്ട് അങ്ങനെ ഭയങ്കര കഷ്ടപ്പാട്. എനിക്ക് വന്ന് കിട്ടേണ്ട സമയത്തുള്ളൊരു സ്ട്രഗിളായിരുന്നു. ഇങ്ങോട്ട് വരേണ്ട സമയത്ത് 1.5 വർഷം ഞാൻ നല്ലോണം അനുഭവിച്ചിട്ടുണ്ട്. പോവണ്ട, നാട്ടിലെങ്ങാനും നോക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് ഞാൻ വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഉണ്ടായ സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം കുക്കിംഗ് ഒന്നും അറിയത്തില്ലായിരുന്നു. എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം എന്നല്ലാണ്ട് ഫിനാൻഷ്യലി നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതായി പോവേ അങ്ങനെയൊന്നുമില്ല. കാരണം മിക്കവാറും എപ്പോഴും ജോലി ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് ഒരുപാടങ്ങ് ഓവർ സ്പെൻഡ് ചെയ്യുന്ന ആളൊന്നുമല്ല. അപ്പം നമ്മളെല്ലാം ശ്രദ്ധിച്ച് അങ്ങനെ ചിലവെല്ലാം ചെയ്തു പോയതുകൊണ്ട് എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വന്നതിന് റിഗ്രറ്റും ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാനെന്തോ വലിയ സംഭവമായി അല്ലെങ്കിൽ എൻ്റെ ജീവിതം മൊത്തം സെറ്റിലായി അങ്ങനെയൊന്നുമല്ല. ഞാൻ എവിടെ എത്തിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പക്ഷേ എന്നാലും എനിക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു രാജ്യത്തൊക്കെ വന്ന് ചെയ്യുന്നതല്ലേ, നമ്മളിവിടെ ഒരു രക്ഷപ്പെടണം എന്ന് പറഞ്ഞൊരു ഉദ്ദേശത്തോടെ വന്നതല്ലേ. അപ്പം അധികം ഒന്നും അങ്ങനെ എനിക്കെന്ന് പറയുമ്പം എൻ്റെ പാരൻസിനെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ കാര്യങ്ങൾ നോക്കണം, എൻ്റെ സിബ്ലിങ്സ് ഉണ്ട്, പറ്റുന്ന പോലെ അവരെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഞാനൊരു ഭയങ്കര ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്കിപ്പോൾ ഇത്ര ചെറുപ്രായത്തിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു രാജ്യത്ത് വന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ ഞാൻ കാനഡ എന്ന കൺട്രിയോട് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഇവിടെ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസിനോട് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. 3-4 വർഷം കഴിയുമ്പോഴും ഞാൻ ഇപ്പോഴും ബാംഗ്ലൂരിൻ്റെയും കാര്യമൊക്കെ ആലോചിക്കും. ദൈവം അതന്ന് എൻ്റെ കയ്യിൽ നിന്ന് തട്ടി മാറ്റിയിട്ട് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തരാൻ വേണ്ടിയിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ ഒരു പോയിന്റിൽ തോന്നത്തില്ലേ, എന്തിനാ എനിക്കിങ്ങനെ തന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റി. അപ്പം ട്രസ്റ്റ് ഗോഡ്, അതിനേക്കാളും വലിയത് ഹീ ഈസ് പ്ലാനിങ് ഫോർ യു. അപ്പം അതാണ് എൻ്റെ ജേണി. എല്ലാത്തിനും സോ ഫാർ എല്ലാം വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നു. കിട്ടിയ എല്ലാ കാര്യത്തിനും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ആൻഡ് നല്ല കാര്യങ്ങളെല്ലാം എല്ലാവർക്കും നടക്കട്ടെ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.